ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ജേണലാണ് കേട്ടോ. ഇത് യൂട്യൂബ് ചാനലിൽ നമ്മുടെ സെക്കൻഡ് ജേണലാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ജേണൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ജേണൽ. അപ്പോൾ അതിനായി ഞാൻ കോർണറിലേക്ക് പേപ്പർ പീസ് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കേർവായിട്ടും ചെയ്യാം. സോ അതൊരു വിൻറ്റേജ് ലുക്കായിട്ട് കൊടുക്കുക. ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ എൻ്റെ ഈ ജേർണൽ ബുക്കൊക്കെ വാങ്ങിച്ചേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ജസ്റ്റ് ഒരു 400 സംതിങ് ഒക്കെ ഉള്ളൂ നമ്മുടെ ഈ ജേർണൽ ബുക്കിന്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റിക്കറും പിന്നെ ഈ പേപ്പേഴ്സും കോർണറിലൊക്കെ ഒട്ടിക്കാനുള്ള പേപ്പേഴ്സും അല്ലാത്ത കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ അല്ലാത്ത കുറച്ച് ഡിസൈനുള്ള പേപ്പേഴ്സും സ്റ്റിക്കേഴ്സും നോട്ട് പാഡ്സും ഇതെല്ലാം നമുക്ക് ആ കിറ്റിൻ്റെ അകത്ത് കിട്ടും. വാഷിംഗ് ടേപ്പ് എല്ലാം ഉണ്ട്. അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. നമുക്കതും പല കളർ തീമിലും നമുക്ക് അവൈലബിൾ ആണ്. ലൈക്ക് പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു ബ്രൗൺ കളർ തീമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും വേണമെന്നുള്ളവർക്ക് ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതേപോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചാണെങ്കിൽ ഇവിടെയും നമ്മളൊരു ജേർണലിൻ്റെ അകത്ത് ജേർണലിൻ്റെ കോർണർ ഒട്ടിക്കുന്നുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തതാണ് ഞാൻ അവിടെ ഒട്ടിക്കുന്നത്. പിന്നെ നടുക്ക് ഒരു നോട്ട് പാഡ് വയ്ക്കുന്നുണ്ട്. അതും ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് അതിൻ്റെ അകത്ത് 3 ടൈപ്പ് ഓഫ് നോട്ട് പാഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു രണ്ടാമത്തെ ടൈപ്പ് നോട്ട് പാഡ് ഇതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് നോട്ട്സൊന്നും ഇപ്പോൾ എഴുതുന്നില്ല. തോട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എഴുതാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അത് പ്ലെയിനായിട്ട് ഇട്ടേക്കുവാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഞാൻ എന്താ പറഞ്ഞില്ലേ, കളേഴ്സ് കുറച്ച് ഡിസൈനഡ് പേപ്പേഴ്സ് കിട്ടുമെന്ന്. ആ ഡിസൈനഡ് പേപ്പേഴ്സാണിത്. ഒരു പോളറൈഡ് അങ്ങനെ എന്തോ സംഭവം പറയുമെന്ന് തോന്നുന്നു ഇതിനെ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഗ്രീൻ കളർ ബുക്ക് തീമാണ് അതിൻ്റെത്. പിന്നെ ഞാൻ വേറൊരു ഒട്ടിക്കുന്നത് ഒരു ഫ്ലവർ വീസിൻ്റെ കണക്കത്തെ ഒരു പേപ്പറാണ് ഒട്ടിച്ച് വയ്ക്കുന്നത്. അത് രണ്ടും വയ്ക്കുമ്പോൾ അതിൻ്റെ നടുക്ക് കുറച്ച് ബോറായി തോന്നിയത് ഞാൻ ഒരു ഫ്ലവർ സ്റ്റിക്കറാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഫ്ലവർ സ്റ്റിക്കർ മീൻസ് അതിൻ്റെ അകത്ത് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് ഫ്ലവറും പിന്നെ തോണ്ടേ കുറച്ച് ലീവ്സും കാണാൻ പറ്റുന്ന ഒരു പിങ്ക് ഫ്ലവറും പിന്നെ ഒരു യെല്ലോ ഫ്ലവറും കുറച്ച് ടൈപ്പ് ഓഫ് ലീവ്സും കൂടെ കാണാൻ പറ്റുന്ന കണക്കത്തൊരു സ്റ്റിക്കറാണ് ഞാൻ അതിൻ്റെ നടുക്ക് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പിന്നെ ഞാൻ ഇതിൻ്റെ 16th ജേർണലാണ്. ബട്ട് ഞാൻ യൂട്യൂബിൽ 2 വീഡിയോസേ ഇട്ടിട്ടുള്ളൂ. ദിസ് ഈസ് മൈ 16th ജേർണൽ. സോ ഞാൻ അതിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റിക്കറും അതിൻ്റെ അകത്ത് കിട്ടും. ഒരു 31 to 33 സംതിങ് സ്റ്റിക്കേഴ്സ് നമുക്ക് ജേർണലിൻ്റെ നമ്പേഴ്സ് എഴുതിയത് തന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ബോറാണെന്ന് തോന്നിയത് ഞാൻ കുറച്ച് നമുക്ക് അതിനകത്ത് വാഷിംഗ് ടേപ്പ് കിട്ടുന്നുണ്ട്. ഒരു ഗ്രീൻ കളർ തീമിലെ വാഷിംഗ് ടേപ്പ് വിത്ത് മ്യൂസിക് ആൻഡ് ലീവ്സ് ഡിസൈനാണ് അതിൻ്റെ അകത്തുള്ളത്. അവിടെയും പിന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ബ്രൗൺ കളർ തീമിലെ വാഷിംഗ് ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഒരു വിൻറ്റേജ് ലുക്ക് കൊടുക്കുന്ന എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവിടെ ബ്രൗൺ കളർ ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന കണക്ക് അതിൻ്റെ ബാക്കി കുറച്ച് വന്നിട്ടുള്ള കോർണേഴ്സ് മൊത്തം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ആ പേജ് ഫുൾ ഓഫ് ഫിനിഷായി. പിന്നെ നമുക്ക് ആ നോട്ട് പാഡിലോട്ട് എഴുതണ്ടേ. ഞാൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്ലാക്ക് പെന്നാണ്. എനിക്ക് നോട്ട് പാഡ്സിലൊക്കെ എഴുതുമ്പോൾ ജേർണലൊക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് പെൻ വെച്ച് എഴുതാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ബ്ലാക്ക് പെൻ വെച്ച് എനിക്ക് പ്രത്യേകിച്ച് തോട്ട്സൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ലവ് യുവർ സെൽഫ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ് എന്നാണ് എഴുതിയത്. കുറച്ച് നല്ല ഫോണ്ട് കുറച്ച് ഡാർക്കായിട്ടാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ലവ് യുവർ സെൽഫ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ് എന്നുള്ള ഒരു തോട്ടാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് ഡാർക്കായിട്ട് ഞാൻ ബ്ലാക്ക് പെൻ വെച്ച് കുറച്ച് ഡാർക്കായിട്ടാണ് ഈ തോട്ട്സൊക്കെ എഴുതിയിരിക്കുന്നത്. സോ ഗായ്സ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ജേർണൽ വീഡിയോ. നിങ്ങൾക്ക് ഇതിനകത്തെ ജേർണൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ കുറച്ച് സപ്പോർട്ട് കിട്ടിയാൽ ഞങ്ങൾ ഇതിനകത്തെ ബാക്കി വീഡിയോസും കൂടെ ഇടുന്നതായിരിക്കും. സോ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. Don't forget to subscribe. And guys, bye.